സമവായത്തിന് എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ സനോജ്? ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നിപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 10 മണിക്ക് ഇപ്പോൾ ഒരു വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലേത് എന്നതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി സേനാ മേധാവിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ സേനാ മേധാവിമാരുടെയും സംയുക്ത സൈനിക തലവന്റെയും ഒക്കെ യോഗം വിളിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വസതി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ രാത്രി വൈകിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അദ്ദേഹത്തെ ഈ ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് അവിടെ നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി. മാത്രമല്ല പല രാജ്യങ്ങളുമായും ഇന്നലെ ഈ ഒരു ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ രാജ്യം സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിരിമുറുക്കം ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് രാജ്യം കടക്കാൻ സമയമായിട്ടുണ്ടോ? ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെ വിക്രം മിശ്രി ഉൾപ്പെടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. അതായത് ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള സന്നദ്ധത, അതായത് ഈ പറയുന്ന തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്ക് പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതിൻ്റെ സമാനമായ തരത്തിലേക്കുള്ള നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതായത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം, പ്രകോപനങ്ങൾ തുടരുന്നതാണ് സ്വാഭാവികമായ പ്രതികരണങ്ങളിലേക്കോ അതിൻ്റെ പ്രതിരോധത്തിലേക്കോ പോകുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ നിലപാട് നില ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും പ്രതിരോധ മന്ത്രിയാണെങ്കിലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം വൈകുന്നേരം നടത്തിയ ആർമിയുടെ 2 തലപ്പത്തുള്ള 2 പേരും ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറിയും നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇക്കാര്യത്തിൽ നമ്മൾ ഒരു പ്രകോപനത്തിലേക്ക് പോയതല്ല, രാജ്യം പ്രകോപനത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത് പഹൽഗാമിന് ശേഷമാണ്. അതിന് മറുപടി അല്ലെങ്കിൽ അതിന് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം നടത്തുക എന്നുള്ളത് സൈനികമായി അടക്കം അതൊരു രാജ്യത്തിൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും പ്രിക്കോഷൻസുമാണ് രാജ്യം സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഇത്രയും നോൺ എസ്കലേറ്റിംഗ് ആയ അല്ലെങ്കിൽ ഇത്രയധികം മറ്റുള്ള സാധാരണ സിവിലിയൻസിനെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പക്ഷേ ഒരുപക്ഷെ അതിർത്തിയിൽ ഈ സാഹചര്യങ്ങളിലൂടെയല്ല ഇരു രാജ്യങ്ങളുടെയും സാഹചര്യം കടന്നു പോകുന്നത്. കാരണം ഷെല്ലാക്രമണം കഴിഞ്ഞ 3 രാത്രികളിൽ തുടർന്നു. ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. ഇതിനെ പ്രതിരോധിക്കാനായി മിസൈലുകൾ വെടിവെച്ചിടുന്ന സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് എയർ സെൽഫ് ഡിഫെൻസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കേണ്ട അവസ്ഥയുണ്ടായി. ഇത് പഞ്ചാബിലും ഒപ്പം തന്നെ കശ്മീരിൻ്റെ പല മേഖലകളിലും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വിക്രം മിശ്രി പറഞ്ഞ ഒരു കാര്യം, കശ്മീരിൻ്റെ അതിർത്തിയിൽ സിഖ് ഗുരുദ്വാരകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിരുന്നു നീക്കം. ആ നീക്കത്തിലാണ് ഷെല്ലാക്രമണം നടന്നത്. സിഖ് ഗുരുദ്വാരയുടെ സമീപത്താണ്. അതായത് സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അടക്കം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് 2 തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഒന്ന്, സിഖ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തിന് മറ്റൊരു തരത്തിലേക്കുള്ളൊരു ഭിന്നിപ്പിൻ്റെ സാധ്യതകൾ എത്ര കണ്ട് നടക്കുമെന്നുകൂടെ പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് പുറകിലുണ്ട്. കാരണം അതുകൊണ്ടാണ് ഗുരുദ്വാരയെ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം അത് വലിയ തരത്തിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലൊരു ഭിന്നാഭിപ്രായം സൃഷ്ടിക്കാൻ ഇടയാക്കാനുള്ള സാഹചര്യത്തെ കൂടെ കണക്കിലാക്കിക്കൊണ്ടാണ്. ഏതായാലും അത് ചെറുത്ത് തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വിദേശകാര്യ സെക്രട്ടറി തന്നെ വിശദീകരിച്ചു. ഈ രീതിയിലുള്ള പലതരത്തിലുള്ള ജാഗ്രത അല്ലെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നാണ് കശ്മീരി ജനത. അവർ ഈ സൈന്യത്തിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം. കാരണം ഇതിനു മുൻപുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈനിക നടപടിയൊക്കെ ഉണ്ടാകുമ്പോഴും പലപ്പോഴും സൈന്യത്തെ പഠിക്കുന്ന അതല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യങ്ങളിലൊക്കെ വിലപിക്കുന്ന കശ്മീർ ജനതയാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഇപ്പോൾ സൈന്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമെന്നും ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും ഒപ്പം ചേരുന്നു എന്നും പറയുന്ന കശ്മീർ ജനതയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സേതു, അതായത് ഇന്നലെ മേജർ രവി നമ്മളുടെ ന്യൂസ് മലയാളത്തിൻ്റെ ഫ്ലോറിൽ പറഞ്ഞ പോലെ അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മളിതെല്ലാം പറയുമ്പോഴും സാധാരണക്കാരായ അതിർത്തിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ
ദുരിതം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളുടെ അതിർത്തി സംഘർഷങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഈ അതിർത്തി മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, സിവിലിയൻസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം പറയുമ്പോഴും വലിയ ഒരു ആശങ്കയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ വലിയ ഭീതിയുടെ ഒരു സാഹചര്യത്തിലേക്കാണ് അവരുടെ ജീവിതം മാറുന്നത്. അത് ഏത് രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരാരും തന്നെ ഈ സംഘർഷങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ആ സാഹചര്യത്തിലേക്ക് രാജ്യം പോകരുത് എന്ന് തന്നെയാണ് കശ്മീരിലെ അടക്കം ജനത ആഗ്രഹിക്കുക. ഒപ്പം കശ്മീരിലെ ജനത ഒരുപാട് കാലമായി പലതരത്തിലുള്ള പ്രതിസന്ധികളെ, പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളെയൊക്കെ തന്നെ നേരിടുന്ന ജനതയാണ്. അവരുടെ പ്രകോപനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുൻ ആക്രമണങ്ങളിൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങളോ പോലും അത് വൈകാരികമായ അനുഭവത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രതികരണങ്ങളോ ആ അനുഭവത്തിൻ്റെ ഒരു വൈകാരിക പ്രതികരണമൊക്കെ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു അത് അതിർത്തിയിലുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം അത് അവരനുഭവിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ മറ്റു മേഖലയിലുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാകണം എന്നില്ല. അത് ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തകരടക്കം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോ മറ്റ് രാജ്യങ്ങളിലുള്ളവരോ ആയിട്ടുള്ള മനുഷ്യർക്കടക്കം അതിൻ്റെ ഒരു എത്ര കണ്ട അത് ഡെവാസ്റ്റേറ്റിംഗ് ആണ്, എത്ര കണ്ട അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ അതേസമയം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണ സാധ്യതയെയും ചെറുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് രാജ്യം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കശ്മീരിലെ ജനതയടക്കം ഈ കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള ധാർമ്മിക പിന്തുണയും ധൈര്യവും പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിലുണ്ടായ ഷെല്ലാക്രമണത്തിൻ്റെ വീഡിയോകൾ വന്ന ഘട്ടത്തിൽ വലിയ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ വീടുകൾ തീപിടിക്കുകയും അതിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതിർത്തിയിലെ സംഘർഷങ്ങൾ, സാധാരണക്കാരായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് വരുന്ന വെടിയുണ്ടകൾ, അതൊക്കെ തന്നെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി അവർ അനുഭവിക്കുന്ന നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ കൂടി വെളിച്ചത്തിലാണ് അവർ അതിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.